Assalamualaikum everyone, welcome back to my channel once again. അപ്പോൾ ഗൈസ് നമ്മൾ മന്തിക്ക് കഴിച്ച് നേരെ ലുലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ലുലുലു എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ലുലുലു പോകുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടില്ല, നമ്മൾ വെറുതെ ചിൽ ചെയ്യാനാണ് എപ്പോഴും ലുലുക്ക് വരുന്നത് ഗൈസ്. പിന്നെ പാലക്കാട് ചില്ലിയൻ നിലവിൽ വേറൊരു മാളില്ലാത്തതുകൊണ്ട് നമ്മൾ ലുലു മോളിലേക്ക് വന്നു പോകുന്നു. എന്ത് ചെയ്യാനാ? ലുലു പോയിട്ട് അവിടുത്തെ വാഷ്റൂമത്തെ മിററിൽ കയറി ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ആ ഡേ കംപ്ലീറ്റ് ആവാത്ത മാതിരിയാണ്. ഇപ്പൊ ഞങ്ങൾ ലുലു പോകുമ്പോൾ വെറുതെ പോകാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും തിരിച്ചു തരാം. അതേമാതിരി എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിച്ച സാധനം ബില്യൺ പപ്പനെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ മുകളിലത്തെ ഫ്ലോറിൽ പോയി ഗൈസ്. എന്തായാലും ഫുഡ് കോർട്ടിന്റെ സൈഡിലൊന്ന് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ? അങ്ങനെയല്ലേ. പിന്നെ അവിടെ പോയപ്പോൾ മരണത്തിരക്ക് ഗൈസ്. ബട്ട് എങ്ങനെയൊക്കെ നമുക്കൊരു സീറ്റ് കിട്ടി. പിന്നെ നമ്മൾ നേരെ മൗസിൽ വിട്ടു. മൗസിൽ പോയിട്ട് കുറച്ച് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഓഫ് അവൽ മിൽക്ക് വാങ്ങിച്ചു. പിന്നെ അതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്കൊരു ചീസി എന്തോ ഒരു സംഭവം, ചീസി ബ്രെഡോ ചിക്കനോ എന്തോ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിനില്ല വെയിറ്റിംഗ് ആയിരുന്നോണ്ടിരിക്കുമ്പോൾ എന്റെ ഡാഡി മനസ്സമാധാനത്തോട് സംസാരിക്കുന്നത് എനിക്ക് കണ്ടിട്ട് പറ്റാണ്ട് പപ്പ അത് നോക്കി ചിരിക്കുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിച്ചിരിപ്പിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ റിമോട്ട് മാതിരത്തെ സംഭവം ബീപ്പ് ചെയ്തു. നമ്മളല്ല ഷെഫി പോയി എടുത്തിട്ട് വന്നു നമ്മുടെ ഡ്രിങ്ക്സ് ഓർ അവൽ മിൽക്ക് ഓർ വട്ട് എവർ ഇറ്റ് ഈസ്. എനിക്ക് അവൽ മിൽക്കിനും കാട്ടി ആ മറ്റേ കോംപ്ലിമെന്ററി സാധനത്തിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനായിരുന്നു ഒരു ത്വര. കണ്ടിട്ട് എന്തോ വലിയ സാധനം എന്ന് വിചാരിച്ച് കഴിച്ചു നോക്കിയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഗുഡ് ഫ്ലേവർ ഒക്കെ ഉള്ള ഇതൊരു സാധനം. ഭയങ്കര വാവ് ഒന്നും പറയാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഫ്രീ ആയി കിട്ടിയതാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫാഷൻ സ്റ്റോറിൽ പോയി. ഫാഷൻ സ്റ്റോറിൽ പോയപ്പോൾ എൻ്റെ വളരെ നല്ല അനിയനായി ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ സ്കേറ്റിംഗ് ബോർഡിൽ കയറി നിൽക്കും, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കുന്നു. അങ്ങനെ ഞാനത് ബ്ലൈൻഡായി വിശ്വസിച്ച് കയറി നിന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ വന്ന് പറഞ്ഞു ഇത് കുട്ടികൾക്കുള്ളതാണെന്ന്. അപ്പോൾ പിന്നെ ഒന്നും അറിയാത്ത മാതിരി അവിടെ നിന്ന് എണീച്ചിട്ട് നേരെ എസ്കേപ്പ് ആയി ഗൈസ്. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും